ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈദ് ബ്ലോഗായിട്ടാണ് ട്ടോ. രാവിലെ തന്നെ ഞാനീ പോകുന്നത് പെരുന്നാൾ നമസ്കാരത്തിനാണ്. ഇക്കാടെ വീടിന്റെ അവിടെയാണ് പെരുന്നാൾ നമസ്കാരം ഉണ്ടാവാറ് ട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഉമ്മയുടെ കൂടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞത് ഇക്ക കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് പള്ളിക്ക് പോകാൻ സമയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്ക കുട്ടികളൊക്കെ എണീറ്റ് കുളിപ്പിച്ചിട്ട് ഇക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ട്ടോ. ഞാൻ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇക്ക വന്നത്. എന്നിട്ട് അവര് നേരെ പള്ളിക്ക് പോയി ട്ടോ. ഞാൻ പിന്നെ വീട്ടിൽ പോയത് എനിക്ക് ഉമ്മ മുല്ലപ്പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചെടിയിൽ തന്നെ ഉണ്ടാവാറുള്ളതാണ് ട്ടോ. ഞാൻ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയി രാവിലത്തെ ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിച്ച് പിന്നെ അവര് പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചേരം നമ്മള് കുറച്ച് കളിച്ച് ചിരിച്ചിട്ടൊക്കെ ഇരുന്നു ട്ടോ. അത് കഴിഞ്ഞത് ഞങ്ങള് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് കടന്നു. നെയ്ച്ചോറ് വെക്കാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് എല്ലാരും പാടെ നിന്നിട്ട് നെയ്ച്ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാരും പാടെ നെയ്ച്ചോറ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ട്ടോ. കഴിച്ച് കഴിഞ്ഞ് അടുത്ത പരിപാടി വീട്ടിൽ പോകലാണ്. രാവിലത്തെ ഉച്ചക്കത്തെ അവിടുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ പോകാന്ന് വെച്ചിട്ട് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ പോവാണ്. പിന്നെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പൊ നമസ്കാരത്തിന് പോവില്ലേന്ന് വെച്ചിട്ട് ഞാൻ അതെടുത്തിട്ടതാണ് ട്ടോ. അങ്ങനെ വീട്ടിൽ പോകുമ്പോ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു ട്ടോ. മഴ മീൻസ് ചാറലായിരുന്നു. പക്ഷെ വലിയ കാര്യായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വീടെത്തിയപ്പോ അവിടെ മഴയില്ല ട്ടോ. ഞങ്ങള് വരുന്ന വഴിയില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇതാണ് ട്ടോ. ഇതെല്ലാവരും മോഡൽ ഔട്ടായ ശേഷമാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ 5 പേരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇപ്രാവശ്യം ഇതാക്കാന്ന് വെച്ചിട്ട് ഒരുമിച്ച് എടുക്കാം ഫോട്ടോസൊക്കെ എടുക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഇതില് പിടിച്ചു ട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വീടെത്തി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാ കസിൻസും ഉണ്ടായിരുന്നു ട്ടോ. ഞങ്ങള് പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടും. എന്തൊരു ഫംഗ്ഷന് മാത്രമല്ല നോർമലി ഒരാള് വിരുന്ന് പോയി കഴിഞ്ഞാലും അവിടെ എല്ലാവരും കൂടും. അങ്ങനെയാണ് ഞങ്ങള് അപ്പൊ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ചും കൂടെ ഇതാക്കാന്ന് വെച്ചിട്ട് ഞങ്ങള് നേരെ മലമ്പുഴയ്ക്കാ പോയിട്ടുണ്ടായിരുന്നു ട്ടോ. ഒരുപാട് ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. മലമ്പുഴയുടെ തെക്കേ മലമ്പുഴ ഫ്രണ്ടിൽ തന്നെ പോയി. കാരണം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ നമ്മള് നേരെ മലമ്പുഴയ്ക്ക് പോയി. പിന്നെ വെള്ളമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡാമിക്കൊക്കെ ഇറങ്ങാൻ പറ്റും ട്ടോ. അങ്ങനെ ഡാമിക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മള് കുറേ ഫോട്ടോസൊക്കെ എടുക്കാന്ന് വെച്ചിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങള് ഡാമിലേക്ക് പോകാനായിട്ട് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാരും പാടെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചെരുപ്പ് പൊട്ടി. ഒന്നാണ് ആദ്യം പൊട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ പാറയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൽ തട്ടിയിട്ട് അടുത്തതും പൊട്ടി. ഞാൻ അന്ന് വിചാരിച്ചതേ ഉള്ളൂ എന്താ എൻ്റെ ചെരുപ്പ് ഇത്ര കാലമായിട്ടും പൊട്ടാത്തതെന്ന്. ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. വിചാരിച്ച് അന്ന് തന്നെ അത് പൊട്ടിയിട്ടുണ്ടാവും. അതങ്ങനെയാണല്ലോ. അങ്ങനെ ചെരുപ്പൊക്കെ പൊട്ടി. അവസാനം അവിടെയൊക്കെ എത്തി. എന്നെ സഹതാപം തോന്നിയിട്ട് എൻ്റെ ഇത്ത എനിക്കതൊക്കെ കറക്റ്റ് ചെയ്ത് തന്നു. എന്നാലും അത് കുറച്ചേരം നിന്നുള്ളൂ. ഗമ്മൊക്കെ പോയതാണ്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു ട്ടോ. ഒരാൾ ഇങ്ങോട്ട് പോയി ഒരാൾ അങ്ങോട്ട് പോകും. കുറേ മെനക്കെട്ടിട്ടാണ് ഒരു റീലൊക്കെ എടുത്ത് റീലെടുക്കുന്നവരുടെ വേദന അപ്പൊ മനസ്സിലായിട്ടുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ ഞങ്ങള് കുറച്ച് ഇരുട്ടാവാൻ തുടങ്ങിയപ്പോ ഞങ്ങള് ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വെച്ചിട്ട് വന്നു. കാരണം നല്ല ബ്ലോക്ക് ഉണ്ടാവുന്നോണ്ട് രാത്രിയായാൽ ശരിയാവില്ലാന്ന് വെച്ചിട്ടാണ് നമ്മള് നേരത്തെ തന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇറങ്ങി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കോന്റെ ഒരു ഷേക്കായിരുന്നു ട്ടോ. പക്ഷെ അതെനിക്കൊന്നും അധികം കിട്ടിയില്ല. ഷേക്ക് ഓർഡർ ചെയ്തോണ്ട് എല്ലാവരും അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെയാണ്. ബാക്കിയുള്ളവരൊക്കെ ചായയാണ് കുടിച്ചത്. ഞങ്ങൾ ഒരാൾ എന്താണോ ഓർഡർ ചെയ്തത് അത് ഇഷ്ടപ്പെട്ട് എല്ലാവരും കഴിക്കും. ഞങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ. പിന്നെ ബീഫാണല്ലോ ഇന്നത്തെ മെയിൻ താരം. അതുകൊണ്ട് ഉമ്മ ബീഫും കൊണ്ട് കൈമയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ വീട്ടിൽ പോയി അതൊക്കെ കഴിച്ച് അങ്ങനെ പെരുന്നാള് അടിപൊളിയായി അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.